പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇത് ടോക്സിക് ആകുന്നിടത്താണ് പ്രശ്നമാകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഇവരോടെ, ഇത് എവിടെ കൊണ്ടാണ് ടോക്സിക് ആവുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫെമിനിസം കുറച്ച് കാലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ വളരെ സ്ത്രീകൾ അടിച്ചമർത്തി പുരുഷാധിപത്യം സ്ഥാപിക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കൊപ്പം എത്താൻ സാധിക്കുമെന്നുള്ള രീതിക്കായിരുന്നു ഫെമിനിസം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പോകെ പോകെ പുരുഷന്മാരെ അടിച്ചമർത്തി സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയിലേക്ക് പലപ്പോഴും ഫെമിനിസം പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അതന്നെ, പുരുഷന്മാരെ അടിച്ചമർത്തിയിട്ട് സ്ത്രീകൾക്ക് അധികാരം സ്ഥാപിക്കാം. ശരിക്കും ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ഈക്വാലിറ്റി, അതായത് പണ്ട് നമുക്ക് പുരുഷന്മാർക്ക് നമ്മൾ കൊടുത്ത അതേ രീതിക്കുള്ള അംഗീകാരവും അവകാശങ്ങളും നമ്മൾ നേടിയെടുക്കുക, സ്ത്രീകൾക്കും അതുപോലെ തന്നെ കൊടുക്കുക. ഒരിക്കലും ഒരു സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഈക്വാലിറ്റി എന്നുള്ള രീതിക്ക് പോകണം. അതായത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളായാലും തുല്യത അവിടെ ഉണ്ടാവണം ഏതൊരു കാര്യത്തിനും. ഞാൻ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്, കർണാടകയിൽ ഇപ്പോൾ ബസ് ഫെയർ സ്ത്രീകൾക്ക് സൗജന്യമാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതെനിക്കറിയില്ല. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ സ്ത്രീകളും സാധാരണ ദിവസക്കൂലിക്ക് പോകുന്ന പുരുഷന്മാരും ചിലപ്പം ഒരേ ബസ്സിലായിരിക്കും യാത്ര ചെയ്യുക. അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് സാമ്പത്തികമായിട്ട് രണ്ട് തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ലൈക്ക് ഇപ്പം എന്തായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നല്ല സാലറി സ്കെയിൽ കാര്യങ്ങൾ വരും. അതൊരു സ്ത്രീയാണെന്ന് കരുതി അവർക്ക് അതിനുള്ള സ്ത്രീ എന്നൊരു രീതിക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കേണ്ട, അങ്ങനെ അല്ലാണ്ട് അങ്ങനെ ഫെമിനിസം വേണ്ടെന്നല്ല, ഒരു ഇക്വാലിറ്റി എന്ന രീതിയിലേക്ക് അത് പോകുന്നതായിരിക്കും നല്ലതാണ്. ഒരു പരിധിവരെ അല്ലെ ആ പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പേരെന്തായിരുന്നു? ലിയ അല്ലെ. ലിയയുടെ പെർസ്പെക്റ്റീവ് തികച്ചും വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ട് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത്. അത് അവരെന്തായാലും മുന്നോട്ട് വരണം. പക്ഷേ ഞാൻ പറയുന്നത് ടോക്സിക് ആവുന്നതിനെ പറ്റിയാണ്. ഓക്കെ, ലിയ പറഞ്ഞു വെച്ചത് ഒരു ആത്മാർത്ഥമായ സമീപനമാണ്. ലിയയുടെ കാഴ്ചപ്പാട് ഒരു സത്യത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ്. എന്നാലും വരികൾക്കിടയിൽ ഒരു ചോദ്യം ചോദിക്കാം. ആരാണ് ശരിക്കും സ്ത്രീയെ അടിച്ചമർത്തുന്നതും ഉപദ്രവിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇവിടെ എല്ലാവരും സ്ത്രീകളാണ്, ഞാൻ മാത്രമാണ് ഒരു പുരുഷൻ. അതുകൊണ്ട് സാർ സൂക്ഷിക്കണം. അല്ല, ഞാൻ ചോദിക്കുകയാണ് റിയൽ ലൈഫ് സിനാരിയോസിലേക്ക്. സാഹിത്യം, കല, രാഷ്ട്രീയം, തത്വങ്ങൾ, ബ്ലോഗുകൾ, വെബ്സൈറ്റുകൾ, ചാറ്റ് GPT എല്ലാം അവിടെ നിൽക്കട്ടെ. എഴുത്തുകൾ, നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. വിത്ത് റെഫറൻസ് ടു ദ റിയൽ ലൈഫ് സിനാരിയോ, ഒരു യഥാർത്ഥത്തിലുള്ള ജീവിത സാഹചര്യത്തിൽ ഈ സ്ത്രീ ആരാണ് ശരിക്കും അടിച്ചമർത്തുന്നത്? എന്താ